ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളിന്ന് ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിലും നല്ല ബിസി ആയിട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ശ്രദ്ധിച്ചായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് തന്നെ കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഒരു 4:30 സമയത്താണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും, സൂര്യൻ അസ്തമിക്കും. അപ്പോൾ ആ സൺസെറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. പറഞ്ഞു പറഞ്ഞ് ഗ്ലോബൽ വില്ലേജ് എത്തി. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ 30 ദിർഹംസ് ആയിരുന്നു നമുക്ക് ചാർജ് ഉണ്ടായിരുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. നടക്കാൻ വയ്യാത്തവർക്കായിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇത്തിരി കോസ്റ്റ്ലി ആണ്, എന്നെങ്കിലും തീരെ വയ്യാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. 300 ദിർഹംസ് ആയിരുന്നു. വില്ലേജിൽ കുറേ ദൂരം നടക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളം നമ്മൾ നിർബന്ധമായിട്ടും കൈവച്ചിരിക്കണം. പിന്നെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്. കോസ്റ്റ്ലി ആണ് എല്ലാതും. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനും ടേസ്റ്റ് ചെയ്യാനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നാട്ടിലുള്ളവരായതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജ് എന്താണെന്നൊന്നും പറഞ്ഞുതരാം കേട്ടോ. കുറേ രാജ്യങ്ങളുടെ അവരുടെ സാധനങ്ങളൊക്കെ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഇത് വിന്റർ സീസണിലാണ് സാധാരണ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒരു ഹാപ്പി മൂഡ് ഉള്ളൊരു സ്ഥലമാണ്. അതായത് ക്രിസ്മസ് വൈബാണ് ഇവിടെ മൊത്തം. ഒരു വർഷം ആരംഭിക്കുന്ന സമയം, ഇതൊക്കെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സ് ഭയങ്കര കൂളും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ടൈമായിരിക്കും. ഓരോ രാജ്യങ്ങളുടെയും എക്സിബിഷൻ സ്റ്റോളിന് പറയുന്നത് പവലിയൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയും ശ്രീലങ്ക, ബംഗ്ലാദേശ്, പിന്നെ അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ്,
അതുപോലെ UAE, ബഹ്റൈൻ, ആഫ്രിക്ക, ചൈന, ജപ്പാൻ, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ ഉണ്ട്. അത് അവരവരുടെ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആണ് അവിടെ കൂടുതലും വിൽക്കുന്നത്. മിക്കവരും ഫോട്ടോ നമ്മൾ എടുക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. ആഫ്രിക്കയിൽ ഞങ്ങൾ പോയപ്പോൾ അവർ തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പേടിയായി ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് സ്റ്റോൾ ഇങ്ങനെയായിട്ട് കാണിച്ചു തരാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പവലിയനിൽ കൂടുതൽ ഡ്രസ്സ് മെറ്റീരിയൽസ് സെയിം ആണ് ഏകദേശം. പക്ഷേ വിലയിൽ വ്യത്യാസം തോന്നുന്നു കേട്ടോ. ഞങ്ങൾ പാകിസ്ഥാൻ പോയിരുന്നില്ല, ഇന്ത്യയുടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നന്നായി ഭാഗ്യം ചെയ്ത് വാങ്ങേണ്ടതായിട്ട് വരും. പിന്നെ ഓരോ സ്റ്റോളിലും അവരുടേതായ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനിയും കൂടുതൽ ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങളായിട്ട് വേറൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം. അതുവരേക്കും ബൈ.